എഴുന്നേൽക്കട്ടെ അപ്പോസ്തലർ, എഴുന്നേൽക്കട്ടെ പ്രവാചകർ, എഴുന്നേൽക്കട്ടെ സുവിശേഷകർ, ഉണർവോടെ സുവിശേഷം ഘോഷിക്കാം. ഭാരതം ഉണരണം, യേശുവിൽ വളരണം. എന്നെ ഉപയോഗിക്കൂ നാഥാ, എന്നെ ഉപയോഗിക്കൂ നാഥാ. കണക്കില്ലാത്ത കരുതലാണ് സ്നേഹം, കണക്കില്ലാത്ത കരം കൊടുക്കലാണ് സ്നേഹം. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, സഭയുടെ ദൗത്യം ആരംഭിക്കുന്നത് തലയിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്നാണ്. സഭയുടെ ദൗത്യം ആരംഭിക്കുന്നത് തലയിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്നാണ്. സഭയുടെ പാരമ്പര്യവും സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനം അനുസരിച്ച് കർത്താവിൻ്റെ ഹൃദയം കുത്തിയപ്പോൾ പുറത്ത് ചാടിയ രക്തവും വെള്ളവുമാണ് സഭയുടെ ആരംഭം. അവിടെയാണ് സഭ ആരംഭിക്കുന്നത്, അവിടെയാണ് സഭ ആരംഭിക്കുന്നത്. അവൻ്റെ ഹൃദയത്തിലാണ് സഭ. ഹൃദയമില്ലാത്ത സഭ കർത്താവിൻ്റെ സഭയല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മുടെയൊക്കെ ശുശ്രൂഷകൾ നമ്മൾ പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഹൃദയം നഷ്ടപ്പെട്ട ശുശ്രൂഷകൾ അത് സഭയുടെ ദൗത്യമല്ല, അത് കർത്താവിൻ്റെ ദൗത്യമല്ല, അത് കർത്താവിൻ്റെ സുവിശേഷവുമല്ല. എന്നിട്ട് കർത്താവ് ചോദിച്ചു, നാം എവിടെ നിന്നാണ് ഇവർക്ക് ഭക്ഷിക്കുവാൻ? നാം എവിടെ നിന്നാണ് ഇവർക്ക് ഭക്ഷിക്കാൻ? നാം എവിടെ നിന്നാണ് ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക? ഈ പത്രോസ് സത്യം പറഞ്ഞാൽ സെമിനറിക്കാരിൽ ലോജിക് എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്. ലോജിക് എന്ന് പറഞ്ഞാൽ നവാസച്ചനൊക്കെ അത് ഭംഗിയായിട്ട് പറയും, മേജർ പ്രെമിസ്, മൈനർ പ്രെമിസ്, കൺക്ലൂഷൻ. ലോജിക് എന്ന് പറഞ്ഞാൽ യുക്തിഭദ്രമായിട്ട് നമുക്കറിയാം, നമ്മുടെ അച്ഛന്മാർക്കും സമർപ്പിതർക്കും സഭയ്ക്കൊക്കെ ഒരു കാര്യം നിഷേധിക്കാൻ യുക്തിഭദ്രമായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. ഞാൻ 5:30 മണി വരെ കുമ്പസാരെന്ന് പറഞ്ഞിട്ടുണ്ട്. 5:31 കഴിഞ്ഞാൽ കുമ്പസാരിക്കില്ലെന്ന് 3 ഞായറാഴ്ച വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നീ വന്നത് 32-നാണ്. അച്ഛൻ പറഞ്ഞ ആർഗ്യുമെന്റ് യുക്തിഭദ്രമാണ്. അതിൽ മേജർ പ്രിമീസും മൈനർ പ്രിമീസും കൺക്ലൂഷനും കറക്റ്റാ. പക്ഷെ ലോജിക്കില്ലാതെ സുവിശേഷവും സ്നേഹവും കൊടുത്ത കർത്താവ്, അതാണ് ധൂർത്തപുത്രൻ്റെ കഥ. പത്രോസ് ലോജിക്കിൽ 3 കാര്യങ്ങൾ പറഞ്ഞു. ഈ സ്ഥലം വിജനമാണ്, സമയം സന്ധ്യയാണ്, പേഴ്സ്. ഞാൻ ചിലപ്പോഴൊക്കെ അങ്ങനെ പറയുമ്പോൾ ഐ ആം യൂസിങ് ആൻ ഇൻക്ലൂസീവ് ലാംഗ്വേജ്. നിങ്ങൾ പറയും ഞാൻ മാറി നിന്നിട്ടാണ് പറയുന്നത്. ഞാൻ അടങ്ങുന്ന സഭയെക്കുറിച്ചാണ് പറയുന്നത്. പല നല്ല കാര്യം ചെയ്യാനായിട്ട് സഭയ്ക്കുള്ള ഒരൊറ്റ പ്രതിസന്ധി പണമില്ലെന്നുള്ളതാണ്. മക്കളെ, ഞാനും ദുഃഖിതനാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പ്രതിസന്ധിയുണ്ട്. എന്താണെന്നറിയാമോ? പണമില്ല. ഈ കാലഘട്ടം അപകടമാണ്. ഈ കാലഘട്ടത്തിൽ മിണ്ടാതിരിക്കുന്ന നല്ലത്. സ്ഥലം കുഴപ്പമാണ്, സമയം അപകടമാണ്, സാമ്പത്തികം പെരിങ്ങലിലാണ്. കർത്താവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, വളരെ മനോഹരമായിട്ടൊരു ചോദ്യം കർത്താവ് ചോദിച്ചു. ഇവിടെയാണ് ഈ ഹാൻഡ്സ് ഞാൻ കണ്ടത്. ഞാനതുകൊണ്ടാണ് ഈ വിഷയം എടുത്തത്. ഈ ഹീലിംഗ് ഹാൻഡ്സ് കണ്ട് കർത്താവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പം? 5000 പുരുഷന്മാരവിടെ ഉണ്ടായിരുന്നു.
സ്ത്രീകളെ ഇരട്ടി ഒരു 10,000 പിടിച്ചു. കുട്ടികൾ 3 വെച്ച് കൂട്ടിയാൽ 15,000. എൻ്റെ വീട്ടിലെ സ്ഥിതിയാണെങ്കിൽ പൊളിഞ്ഞു പാളീസായി. ഈ കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് ബൈബിളുമായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കൺവെൻഷൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ വളരെ കുശാഗ്രമായിട്ട് പ്ലാൻ ചെയ്യും. ഒറ്റ സെക്ടറിലും സ്വസ്ത്രക്കാഴ്ച മുടങ്ങാൻ പാടില്ല. അതുകൊണ്ട് 1, 2, 3, 4, 5 ഓരോ തൊട്ടീമിനും സെക്ടർ 1, സെക്ടർ 2, സെക്ടർ 3 എന്നിട്ടിട്ടുണ്ട്. പ്രസംഗിക്കുന്ന കൺവെൻഷൻ പ്രീച്ചർ ഈ ബക്കറ്റ് വരുമ്പോൾ പറയണ കേട്ടില്ല, 1ാമത്തെ സെക്ടർ വരട്ടെ, 2ാമത്തെ സെക്ടർ വരട്ടെ. നിങ്ങൾ വിചാരിക്കുന്നത് സ്വസ്ത്രക്കാഴ്ച കൃത്യമായിട്ട് വരാനല്ല, അത് ഏതാ തെറ്റിപ്പോയിക്കണേ, ഏതാ വരാണ്ട് പോയിക്കണെന്ന് കൃത്യമായിട്ട് കണക്കെടുക്കുക. അപ്പസ്തോലന്മാർ ഇറങ്ങി ജനക്കൂട്ടത്തോട് ചോദിച്ചെന്നാ പറഞ്ഞ, ആരുടെ കയ്യിൽ അപ്പം ഉള്ളത്, ആരുടെ കയ്യിൽ അപ്പം ഉള്ളത്, ആരുടെ കയ്യിൽ അപ്പം ഉള്ളത്? ആരുടെ കയ്യിലും അപ്പമില്ല. അപ്പോഴാണ് അന്ത്രയോസ്, പത്രോസിൻ്റെ സഹോദരൻ അന്ത്രയോസ്, ഒരു വെള്ളത്തുവാല പിന്നാമ്പുറത്തുനിന്ന് വീശി. ഒരു വെള്ളത്തുവാല പിന്നാമ്പുറത്തുനിന്ന് വീശി. അപ്പോൾ യോഹന്നാൻ കർത്താവിനോട് കണ്ണുകൊണ്ട് കാണിച്ചു, അവന് പണ്ടേ ഇത്തിരി കുറവുണ്ട്, ഇപ്പോൾ ഫുള്ളാണ്. കർത്താവ് ചോദിച്ചു, അന്ത്രയോസ് എന്താണ്? നിങ്ങൾ ആ സുവിശേഷം വായിച്ചാൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വിവരണം അവിടെ കാണും. ഞാൻ ഈ യോഹന്നാൻ ഉപയോഗിച്ച പ്രയോഗങ്ങൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രയോഗങ്ങളാണ്. ഒരു പിന്നാമ്പുറത്ത് ഒരു പിഞ്ചു ബാലൻ്റെ കയ്യിൽ 5 ബാർലിയപ്പവും, വെറും മീനല്ല, നിങ്ങൾ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടനാട്ടുകാർ വിചാരിക്കും മുഴുത്ത കരിമീനാണ്. 2 ചെറുമീൻ. ടെക്സ്റ്റിന്റെ ആക്ച്വൽ ട്രാൻസ്ലേറ്റ് ഇതാണ്, പിന്നാമ്പുറത്ത്. ഇൻ ദ ലാസ്റ്റ് റോ ഒരു കൊച്ചു പയ്യൻ കിളുന്ത്, അവൻ്റെ കയ്യിൽ 5 ബാർലിയപ്പവും 2. ഞാൻ ആ സത്യം പറഞ്ഞാൽ ആദ്യം ഈ ബാർലിയപ്പം എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇത് എപ്പിസ്കോപ്പൽ ബ്രെഡാണെന്നാണ്. പിന്നെ ഞാൻ ഈ കമൻട്രികളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ലോകത്തിലെ ഏറ്റവും പാവപ്പെട്ടവർ, ഗതി കിട്ടാത്തവർ, യാതൊരു വകുപ്പും ഇല്ലാത്തവരെ വാങ്ങിക്കുന്ന ഏറ്റവും വില കുറഞ്ഞ അപ്പമാണ് 5 ബാർലിയപ്പം 2 ചെറുമീൻ. കർത്താവ് അന്ത്രയോസിനെ സഹായിക്കാനായിട്ട് ബർത്തലോമിയായെ വിട്ടു. അന്ത്രയോസും ബർത്തലോമിയും കൂടെ ചെന്നിട്ട് ഈ പിഞ്ചു പൈതലിനെ പിന്നാമ്പുറത്തുനിന്ന് മുന്നോട്ട് കൊണ്ടുവന്നു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഒക്കേഷൻ. ഈ പിഞ്ചു പൈതലിനെ മുന്നോട്ട് കൊണ്ടുവന്നു. കർത്താവ് കരം നീട്ടിയിട്ട് ചോദിച്ചൊരു ചോദ്യം യോഹന്നാൻ എഴുതാൻ മറന്നുപോയത് ഞാൻ പറയട്ടെ. യോഹന്നാൻ എഴുതാൻ മറന്നുപോയത്, കർത്താവ് ചോദിച്ചു, നിന്റെ 5 അപ്പവും 2 ചെറുമീനും നീ എനിക്ക് നീട്ടിപ്പിടിച്ച കരങ്ങളിൽ കർത്താവ് ചോദിച്ചു. കർത്താവ് ഒരു ഭിക്ഷക്കാരനായി. കർത്താവ് ചോദിച്ചു, നിനക്ക് തരാൻ കഴിയോ? അവൻ പറഞ്ഞു, അമ്മ തന്നതാ. സാറിൻ്റെ പ്രസംഗം നീണ്ടുപോണ പ്രസംഗമാണെന്ന് അമ്മയ്ക്കറിയാം. തുടങ്ങിയ പിന്നെ നിർത്തില്ല. അതുകൊണ്ട് അമ്മ പറഞ്ഞു, പൊന്നൂനെ വിശന്നാൽ കരയാതിരിക്കാൻ അമ്മ സ്റ്റോക്ക് തന്നതാ. ഞാനിങ്ങനെ വിശക്കണ വരെ പിടിച്ചു നിന്ന അപ്പ. ചേട്ടൻ ചോദിച്ചപ്പോൾ കള്ളത്തരം പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ സത്യം പറഞ്ഞതാ. എൻ്റെ മുമ്പിലിരിക്കുന്ന ഉണ്ടവയർമാരുടെ കയ്യിൽ 50 അപ്പുണ്ട്. ഈ ചേച്ചിമാരുടെ കയ്യിലൊക്കെ കുറേ അപ്പുണ്ട്. പക്ഷേ എൻ്റെ അമ്മ കള്ളം പറയാൻ പാടില്ലെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞതാ ഈ 5. കർത്താവ് ആ കരങ്ങൾ തൻ്റെ ഉള്ളം കൈയിലേക്ക് പിടിച്ചു. അതെടുത്തുയർത്തി, അതെടുത്ത് വാഴ്ത്തി, ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ട് ആ പിഞ്ചു പൈതലിൻ്റെ അപ്പങ്ങൾ മുറിച്ചു. അത് മുറിച്ചപ്പോൾ, അതാണ് ആദ്യത്തെ അത്ഭുതം. പരിശുദ്ധ കുർബാനയുടെ ആദ്യത്തെ അടയാളം അതാ. നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? ആ മുറിക്കപ്പെട്ട അപ്പം വർദ്ധിച്ചു.
നിങ്ങൾ സുവിശേഷം വായിക്കണം. എല്ലാവരും തിന്ന് തൃപ്തരായി, എല്ലാവരും തിന്ന് തൃപ്തരായി. ഇനി ആർക്കും വേണ്ട, ആർക്കും വേണ്ട. കർത്താവ് പറഞ്ഞു, ബാക്കി വന്ന കഷ്ണങ്ങൾ നിങ്ങൾ ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ കൊട്ടകളിൽ ശേഖരിക്കുവിൻ. 12 കൊട്ട നിറയെ, 12 കൊട്ട നിറയെ. ഹീലിംഗ് ഹാൻഡ്സ് എന്ന ഈ പ്രയോഗം ഞാൻ പറയട്ടെ, ഇന്ന് തൻ്റെ ജനക്കൂട്ടത്തിൻ്റെ വിശപ്പ്, തൻ്റെ ജനക്കൂട്ടത്തിൻ്റെ സങ്കടങ്ങൾ, തൻ്റെ ജനത്തിൻ്റെ സംഘർഷങ്ങൾ, ഇടയിലില്ലാത്ത ആടുകളെ പോലെ ചിതറിക്കപ്പെട്ട തൻ്റെ ജനത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ഗദ്ഗതമാണ് എനിക്കും നിങ്ങൾക്കും ചുറ്റും മുഴങ്ങി കേൾക്കുന്നത്. കർത്താവ് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? ആ അപ്പം കർത്താവിൻ്റെ കൈകളിലേക്ക് മാറാൻ, കർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചാലേ അതെടുത്തുയർത്താൻ, അതെടുത്ത് വാഴ്ത്താൻ, അതെടുത്ത് മുറിക്കാൻ ഇന്നും അപ്പത്തിൻ്റെ അടയാളങ്ങളുടെ അത്ഭുതം തുടരാൻ കർത്താവ് നിങ്ങളെ ക്ഷണിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ ഈ കോട്ടയത്തെ PU തോമസ് സാറിനെ ഒരിക്കൽ പോയി കണ്ടായിരുന്നു. കേട്ടിട്ട് പോയതാണ്, അദ്ദേഹം ക്ഷണിച്ചിട്ട് മാത്രം പോയതല്ല. ചിലരെന്നോട് ചെവിയിൽ പറഞ്ഞ അദ്ദേഹത്തിന് ഭ്രാന്താണ്. 4000 പേർക്ക് അടുക്കള ഒരുക്കുക, 4000 പേർക്ക് അടുക്കള ഒരുക്കുക. ഞാൻ അവിടെ അത്ഭുതപ്പെട്ടു പോയി. എത്ര മനുഷ്യരാണ് അവിടെ. ഞാനും നിങ്ങളും ഇന്ന് മുറിക്കപ്പെടാനായിട്ട് കർത്താവിൻ്റെ കൈകളിലെ അപ്പമാകാൻ വിട്ടുകൊടുക്കാത്ത നിമിഷങ്ങൾ, അവിടെയാണ് ആത്മശോധന. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കും, ഞാൻ എൻ്റെ തന്നെ ജീവിതത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കാം, ഞാൻ മെത്രാനായപ്പോൾ ഈ ധ്യാനങ്ങളും കൺവെൻഷനൊക്കെ നിർത്താനായിട്ട് തീരുമാനിച്ചതാണ്. എളുപ്പമുള്ള കാര്യമല്ല, വലിയ രൂപതയുണ്ട്. ആൻഡ്രൂസ് പിതാവിനെ സഹായിക്കാനാണ് എൻ്റെ ഉത്തരവാദിത്തം. ഞാനിത് നിർത്താൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചപ്പോൾ തൂങ്കുഴി പിതാവ് എന്നോട് പറഞ്ഞു, ഞാനുമായിട്ട് വളരെ അടുപ്പമുള്ളതുകൊണ്ട് തൂങ്കുഴി പിതാവ്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടിപ്പോൾ എന്നോട് പറഞ്ഞു, തട്ടിൽ പിതാവെ ഞാനൊരു കാര്യം പറയട്ടെ, തട്ടിപ്പിതാവിനെ തമ്പുരാൻ പ്രത്യേകിച്ച് ഒന്നും തന്നിട്ടില്ല, ആകെ തന്നിരിക്കുന്നത് വചനം പ്രഘോഷിക്കാനുള്ള കർത്താവിൻ്റെ കൃപയാണ്. അത് തട്ടിൽ പിതാവ് നിർവഹിക്കുന്നില്ലെങ്കിൽ തട്ടിൽ പിതാവിനെ കൊണ്ട് കർത്താവിനെ ഞാൻ അതുകൊണ്ടാണ് ഇപ്പോഴേ ഓരോ സ്ഥലത്തും, ഞാൻ ഇന്നലെ ഓരോ സ്ഥലത്ത് ഞാനിങ്ങനെ വചനം പ്രസംഗിച്ച് വണ്ടിയെ കയറുമ്പോൾ ഞാൻ ആ ചെറുക്കനോട് പറയും, എടാ കൊന്ത ചുരുങ്ങണേ. അവൻ പറയും, ഇതിനൊക്കെ ഒരു പരിധി ഉണ്ട് കേട്ടാ. ഞാൻ പറയും, പരിധിയുണ്ട്, ശ്വാസം നിലയ്ക്കുന്നതാണ്. എന്നാണ് ഈ ശ്വാസം നിലയ്ക്കുന്നത്, അന്നാണ് പരിധി. ഞാനും നിങ്ങളും ഒക്കെ നമുക്ക് നൽകപ്പെട്ട കഴിവുകൾ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക, കർത്താവ് എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുള്ള കഴിവുകളുണ്ട്. ആ കഴിവുകൾ കണ്ടെത്താൻ, ആ കഴിവുകൾ കർത്താവിൻ്റെ രാജ്യം പടുത്തുയർത്താൻ, കർത്താവിൻ്റെ ജനത്തിന് കർത്താവിൻ്റെ സ്വാന്തനത്തിൻ്റെ സദ്വാർത്ത അറിയിക്കാൻ ഞാനും നിങ്ങൾ ഉപയോഗിക്കുന്ന നിമിഷം ധാരാളം പേരുണ്ട്. ഞാൻ തൃശ്ശൂർ പട്ടണത്തിൽ ഒരുപാട് ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട്. ഞാനങ്ങനെ പറയുമ്പോൾ എന്നോട് ക്ഷമിക്കണം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അറിവ് കൂടുന്തോറും തലയ്ക്കകത്ത് അഹന്ത പെറ്റുപെരുകയാണ്. ഏറ്റവും കൂടുതൽ അഹന്ത ഏറ്റവും കൂടുതൽ അറിവുള്ളവർക്കാണ്. ഞാൻ ചിലപ്പോഴും വിചാരിക്കാറുണ്ട്, ഒരു ഡോക്ടർ തൻ്റെ അടുക്കൽ ചികിത്സയ്ക്ക് വരുന്നവർക്ക് കർത്താവിൻ്റെ കൈകളിലെ ഒരു കരമാകുകയാണെങ്കിൽ അയാൾ എഴുതുന്ന മരുന്നിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ മരുന്നിലെ കർത്താവിൻ്റെ കരമുണ്ട്. ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ സെമിനാരിയിലെ ഒരു ചെറുക്കൻ ആർക്കും പിടികിട്ടാത്തൊരു രോഗം പിടിച്ച് മരണത്തിൻ്റെ വക്രത്തിലാണ്. അവൻ്റെ സഹോദരൻ തന്നെ ഒരു ഡോക്ടറാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഈ വിഭാഗം രോഗത്തിൽ വളരെ വിദഗ്ധനായിട്ടുള്ള ഒരു ഡോക്ടറുണ്ട്. ഒരു പട്ടരാണ്, പാലക്കാടാണ് വീട്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കാണാൻ പോയി. ഇദ്ദേഹം വളരെ എടുത്തു ചാടുന്ന സ്വഭാവക്കാരനാണ്.
പക്ഷെ പറഞ്ഞു ഇദ്ദേഹത്തിന് പട്ടക്കാരോട് വലിയ ഭക്തിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു, ഡോക്ടർ പ്രാർത്ഥനാ മുറിയിലാണ്, പൂജ ചെയ്യാം, ഫാദർ ഇവിടെ ഇരിക്കൂ ഫാദറെ, ഞാൻ വിളിച്ചാൽ ദേഷ്യം വരും. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പൂജ കഴിഞ്ഞ് അദ്ദേഹം പുറത്ത് വന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കരം കൂപ്പിയിട്ട് പറഞ്ഞു, ഡോക്ടർ ഞങ്ങളുടെ കൊച്ചിനെ രക്ഷിക്കാൻ വല്ല മാർഗമുണ്ടോ? അദ്ദേഹം വിതുമ്പി കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഈ പൂജാമുറിയിൽ പ്രാർത്ഥിച്ചത് എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ടല്ല, എൻ്റെ രോഗിക്ക് വേണ്ടിയിട്ടാണ്. ഫാദർ, ഐ ടെൽ യു, the doctor and medicine can go only half the way. The doctor and medicine can go only half the way. എന്നിട്ട് പറഞ്ഞു, God alone can travel whole the way. അതുകൊണ്ട് പിതാവ് പ്രാർത്ഥിക്കണം. ഞാൻ നമ്മുടെ ഡോക്ടർമാരുടെ എന്തോരം ഡോക്ടർമാരാണ് നമുക്കുള്ളത്. എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ കരങ്ങൾ കർത്താവിൻ്റെ കരങ്ങളോട് ചേർത്ത് വെച്ചാലേ ഈ ലോകത്തിലെ സർവ്വ രോഗങ്ങൾക്കും മരുന്ന് അതാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകുമ്പോൾ അതാണ് സുവിശേഷവൽക്കരണം. എനിക്കറിയാം, ഞങ്ങളുടെ അതിരൂപതയിലൊരു ഡോക്ടറുണ്ട്. അദ്ദേഹം പേര് പറയാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാൻ പേര് വിട്ടുകളയുക. ഏത് രോഗി വന്നാലും അദ്ദേഹം പറയും, പേരെന്നാ, വയസ്സെന്നാ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഏത് മതത്തിലാണെങ്കിലും നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരണം നിങ്ങളുടെ രോഗം ഞാൻ കണ്ടുപിടിക്കുന്നത് എൻ്റെ തലച്ചോറ് കൊണ്ട് മാത്രമല്ല, കർത്താവ് എൻ്റെ കണ്ണുകൾക്ക് നൽകിയിരിക്കുന്ന കാഴ്ചപ്പാട് കൊണ്ടുകൂടെയാണ്. ഇന്ന് കണ്ണുകൾക്ക് കാഴ്ചയുള്ള ധാരാളം ഡോക്ടർമാരുണ്ട്. പക്ഷെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട ഒരുപാട് ഡോക്ടർമാരുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. കർത്താവിൻ്റെ സൗഖ്യം. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുക. അധ്യാപകരെ നമ്മുടെ അധ്യാപകർക്ക് ഒരു വലിയ ലോകം തന്നെ അവരുടെ കൈകളിലുണ്ട്. കണക്കും ഇംഗ്ലീഷും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും സുവോളജിയും പഠിപ്പിക്കാൻ മാത്രമല്ല, അതിലൂടെ കർത്താവിനെ പഠിപ്പിക്കാൻ. APJ അബ്ദുൽ കലാം മരിച്ചപ്പോൾ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവായിരുന്നു. അദ്ദേഹം തൃശ്ശൂരിൽ വന്നപ്പോൾ ഒരു കൊച്ചൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇന്ത്യയെ സ്പേസ് ക്ലബിലേക്ക് അങ്ങ് എത്തിച്ചു, അങ്ങ് ഒരു ഈശ്വരവിശ്വാസിയാണോ? അങ്ങക്ക് ദൈവവിശ്വാസമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ കടപ്പുറത്ത് ഒരു കുടിലിൽ ജനിച്ചവനാ. കടപ്പുറത്ത് വരുന്ന ടൂറിസ്റ്റുകൾക്ക് കപ്പലണ്ടി വിറ്റ് കാശ് സമ്പാദിച്ച് പഠിക്കാൻ തുടങ്ങിയതും കുടുംബത്തിൽ ആദായം ഉണ്ടാക്കിയവനാ. എനിക്ക് ഒഴിവ് കിട്ടുന്ന നേരങ്ങളിൽ ഞാൻ ഈ കപ്പലണ്ടി വിറ്റ ആളുകൾ കടൽ തീരത്ത് വിട്ട കടലാസ് എടുത്തിട്ട് റോക്കറ്റ് ഉണ്ടാക്കി ആകാശത്തേക്ക് വിടാറുണ്ട്. എൻ്റെ റോക്കറ്റ് പോകുന്നത് ദൂരത്തേക്ക് എന്തുമാത്രം ഉണ്ടെന്ന് ഞാൻ മുകളിലോട്ട് നോക്കിയപ്പോഴൊക്കെ എൻ്റെ റോക്കറ്റിൻ്റെ മുകളിൽ ഞാൻ ദൈവത്തിൻ്റെ കരം കണ്ടു. കുഞ്ഞെ, ഞാൻ ദൈവത്തിൻ്റെ കരം കണ്ടു. ശാസ്ത്രജ്ഞൻ ദൈവത്തിൻ്റെ കരം കാണിക്കുന്ന ഉയരങ്ങളിലേക്ക് കൈച്ചൂണ്ടുന്നവനാ. നമ്മുടെ അധ്യാപകരോട് എനിക്ക് പറയാൻ, അദ്ദേഹം പറയാറുണ്ട്, എൻ്റെ റോക്കറ്റ് മുകളിലോട്ട് പറന്നുയരുമ്പോൾ എൻ്റെ മനസ്സിലൊരു പ്രാർത്ഥനയുണ്ട്. എൻ്റെ റോക്കറ്റിൻ്റെ വേഗതയിലും അത് കീഴടക്കുന്ന ഉയരത്തിൻ്റെ മുകളിലും ഇരിക്കുന്ന ദൈവമായ കർത്താവേ, നിന്നെ കാണാൻ എൻ്റെ കണ്ണുകൾക്ക് നീ കാഴ്ചപ്പാട് നൽകണേ. അധ്യാപകരോട് എനിക്ക് പറയാൻ ആഗ്രഹം, നമ്മുടെ സമുദായത്തിലെ ഏറ്റവും കൂടുതൽ സുസ്ഥിതി വരാൻ നമ്മുടെ കാരണവന്മാർ ചെയ്ത ഒരു വലിയ ശുശ്രൂഷയാണ് വിദ്യാഭ്യാസ പ്രവർത്തനം. വളരെ നന്മകൾ നമ്മുടെ സമുദായത്തിനുണ്ടായി. പക്ഷെ നമ്മുടെ അധ്യാപകരെ കർത്താവിൻ്റെ സുവിശേഷം പഠിപ്പിക്കാൻ പരാജയപ്പെട്ടു എന്ന് നിങ്ങൾ പരിശോധിക്കണം. എഞ്ചിനീയർമാരെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്ക് സുവിശേഷം പ്രസംഗിക്കാൻ കർത്താവിൻ്റെ കൈകളിൽ ഉപകരണമാകാം. കർത്താവ് കരം നീട്ടി നിൽക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? കർത്താവ് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ. നിങ്ങളുടെ കയ്യിൽ
നിങ്ങളുടെ കയ്യിൽ. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കൊച്ചനുഭവം കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. ഞാനൊരിക്കൽ കോട്ടയത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് മദ്രാസ് മെയിലിൽ വരിക. അല്പം വൈകിയ തൃശ്ശൂർ വന്നത്, ലേറ്റായിരുന്നു, 10 മണി കഴിഞ്ഞിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ഒരു ഓട്ടോറിക്ഷ കിട്ടാൻ കൊതിച്ചു. ഭാഗ്യക്കേടിന് ചിന്ന മഴയുണ്ട്. ഞാൻ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഫാദർ കയറിക്കോ. ഞാൻ അവനോട് പറഞ്ഞു, മോനെ എനിക്ക് ഷോർട്ട് ഡിസ്റ്റൻസ് ആണ്, ലോങ്ങാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ വിട്ടേക്കണം. പറഞ്ഞു, ഇല്ല ഫാദറെ, ഫാദറിനെ കണ്ടിട്ടാണ് ഞാൻ വന്നത്, മഴ ചാറുന്നുണ്ട്, ഫാദറിന് കുടയില്ലല്ലോ, ഞാൻ കൊണ്ടാക്കി തരാം. ഞാൻ ആ വണ്ടിയിൽ കയറിയപ്പോൾ വണ്ടിയുടെ പേര് വായിച്ചു, വചന കൂടാരം. എനിക്കൊരു കാര്യം മനസ്സിലായി, കരിസ്മാറ്റിക് തലക്കടിച്ച കക്ഷിയാണ്. അവൻ വണ്ടിയെ കയറിയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, ഫാദറെ ഞാനൊരു പാട്ട് പാടിക്കോട്ടെ. ഞാൻ വിചാരിച്ച CD വല്ലതും പാടി കേൾപ്പിക്കാനായിരിക്കും, കുസൃതി CD ആവും ചിലപ്പോൾ. എൻ്റെ അനുവാദം ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോനെ എനിക്ക് അവിടെ എത്തിയാൽ മതി, നേരം വൈകിട്ടാണ് വന്നിരിക്കുന്നത്. അവൻ കർത്താവിലെന്നും എൻ്റെ ആശ്രയം എന്ന പാട്ട് എന്നെ പാടി കേൾപ്പിച്ചു. ശ്രുതിമധുരമായിട്ട് അവൻ പാടി. വണ്ടി മുന്നോട്ട് നീങ്ങുമ്പോൾ അവൻ എന്നോട് ചോദിച്ചു, ഫാദറെ ഞാൻ വചനം പറഞ്ഞോട്ടെ. അപ്പം എനിക്ക് മനസ്സിലായി, ഇവൻ്റെ ഒരു ഞരമ്പല്ല പല ഞരമ്പും പൊട്ടിയിട്ടുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം, മനോഹരമാണ് ആ വചനങ്ങൾ. തൃശ്ശൂർ ബസിലിക്ക പള്ളിയിലെ മണിനാദം കൊട്ടുന്ന മാധുര്യത്തിൽ അവൻ പറഞ്ഞെന്നെ കേൾപ്പിച്ചു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, ഫാദറെ ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഞാൻ ചോദിച്ചു, നീ ഏത് ഗ്രൂപ്പിൽപ്പെട്ട ആളാ? അട്ടപ്പാടിയാണോ, അതോ പോട്ടയാണോ, അതെ ജെറുസലേമാണോ? ഞാൻ പറഞ്ഞു, ഏത് ഗ്രൂപ്പിൽപ്പെട്ട നീ ആളാണെങ്കിലും പ്രാർത്ഥിക്കണോണ്ട് എനിക്ക് വിരോധമില്ല, പക്ഷേ സ്റ്റീറിങ്ങിൽ നിന്ന് കൈവിടാൻ പാടില്ല. കാരണം ഇപ്പോഴത്തെ എല്ലാ പ്രാർത്ഥനയും കൈപ്പൊക്കിയുള്ള പ്രാർത്ഥനയാണ്. അവൻ മനോഹരമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി, എൻ്റെ ശബ്ദത്തിന് വേണ്ടി, എൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി, എനിക്ക് അഭിഷേകം ഉണ്ടാകാൻ. അരമനയുടെ മുൻപിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ പടി അടച്ചിട്ടുണ്ട്, നീ ബഹളം ഉണ്ടാക്കേണ്ട, ഞാൻ ഇറങ്ങിയേക്കാം. ഞാൻ ഇറങ്ങിയിട്ട് എൻ്റെ പോക്കറ്റിൽ നിന്ന് 50 രൂപ എടുത്ത് അവന് കൊടുത്തു. 20 രൂപ എടുത്ത് 30 രൂപ എനിക്ക് തിരിച്ചു തന്നു. ഞാൻ പറഞ്ഞു, മോനെ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതല്ലേ, ഞാൻ നിനക്ക് അറിഞ്ഞു തരുന്നതാണ്. അവൻ പറഞ്ഞു, വേണ്ട ഫാദറെ. അവൻ പറഞ്ഞു, ഫാദർ എനിക്കൊരു ഉപകാരം ചെയ്യാമോ, എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കോ. അവനവിടെ മുട്ടുകുത്തി ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ കരം പിടിച്ച് എൻ്റെ നെഞ്ചത്ത് വെച്ചിട്ട് പറഞ്ഞു, മോനെ പിതാവ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവൻ പറഞ്ഞു, എൻ്റെ പേര് വർഗീസ് എന്നാണ്. ഞാൻ പള്ളിയിൽ പോയിട്ടില്ല, ഞാൻ വേദപാഠ ക്ലാസ്സുകളിൽ 6-ാം ക്ലാസ് 7-ാം ക്ലാസ് കഴിഞ്ഞ ശേഷം പോയിട്ടില്ല. ഞാനൊരു അപകടത്തെപ്പെട്ട് വീട്ടിൽ തളർന്ന് കിടക്കുമ്പോൾ പ്രയർ ഗ്രൂപ്പുകാർ കൂടെ എന്നെ പോട്ടയിൽ ധ്യാനത്തിന് കൊണ്ടുവന്നതാണ്. ഞാൻ അവിടെ വെച്ച് സൗഖ്യം പ്രാപിച്ചു. ഒരുപാട് മരുന്നും ഒരുപാട് ആസ്പത്രികളും ഒരുപാട് ഡോക്ടർമാരെ മാറി മാറി കണ്ടിട്ട് ആർക്കും എന്നെ സുഖപ്പെടുത്താൻ പറ്റിയില്ല. പക്ഷെ വചനം എന്നെ സുഖപ്പെടുത്തി. ഞാൻ പിന്നീട് ഡിവൈനിൽ ധ്യാനിച്ചു. ഞാൻ ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളിൽ പോയി ധ്യാനിച്ചു. ഫാദറെ, പണ്ട് ഈ ഓട്ടോറിക്ഷ എനിക്ക് ഉപജീവന മാർഗമായിരുന്നു. ഇന്ന് എനിക്ക് ദൈവത്തെ പ്രസംഗിക്കാനുള്ളൊരു ഉപാധിയാണ്. കാലത്ത് 6 മണിക്ക് തൃശ്ശൂർ ബസിലിക്ക പള്ളിയിൽ കുർബാനയ്ക്ക് വരും. കുർബാന കഴിഞ്ഞാൽ ഞാൻ 7 മണി വരെ പ്രാർത്ഥിക്കും. ഈ വണ്ടിയുമായിട്ട് ഞാൻ തൃശ്ശൂർ പട്ടണത്തിൽ ചുറ്റിക്കറങ്ങും. ഈ വണ്ടിയിൽ കയറുന്ന എല്ലാവരോടും, ഹിന്ദുവാകാം, മുസ്ലിമാകാം, അധ്യാപകനാകാം, ഡോക്ടറാകാം, വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് പോകുന്നതാകാം, എല്ലാവരോടും ഞാൻ ചോദിക്കും, ഞാനൊരു പാട്ട് പാടിക്കോട്ടെ. കർത്താവിൻ്റെ മധുര സംഗീതം ഞാൻ പാടിക്കേൾപ്പിക്കും. ഞാൻ വചനം പറയും, ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്നുവരെ ആരും എന്നെ എതിർത്തിട്ടില്ല, ആരും എനിക്ക് തടസ്സം നിന്നിട്ടില്ല. എനിക്ക് അച്ഛനെ പോലെ ആയിരങ്ങളുടെ മുൻപിൽ മൈക്കിലൂടെ പ്രസംഗിക്കാൻ കഴിവില്ല. പക്ഷെ എൻ്റെ ഈ വണ്ടിയിൽ കയറുന്ന എല്ലാവരോടും വചനം പ്രസംഗിക്കാനുള്ള കൃപ കർത്താവ് എനിക്ക് നൽകിയിട്ടുണ്ട്. ഈ
കൃപ ഞാൻ മരിക്കുന്നത് വരെ തുടരും. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമാകുമ്പോൾ ഞാൻ വീട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഉച്ചയ്ക്ക് ഭക്ഷണത്തിൻ്റെ സമയമാകുമ്പോൾ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കും. കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് കുടുംബ പ്രാർത്ഥന പോകും. ഞാൻ ടെലിവിഷൻ കാണാറില്ല ഫാദറെ, വാർത്ത കാണാറില്ല, വായിക്കാറില്ല. ഞാൻ ഇന്ന് ജീവിക്കുന്നത് കർത്താവിൻ്റെ സുവിശേഷം എല്ലാവരെയും അറിയിക്കാനാണ്. കർത്താവിനെ അറിയാത്ത ഒരാൾ പോലും ഈ ഭൂമുഖത്തുണ്ടാകാൻ പാടില്ലെന്നാണ് എൻ്റെ കൊക്കില് ഞാൻ കാത്തു സൂക്ഷിക്കുന്ന കൊതി. ഞാൻ അവൻ്റെ കൈ തൊട്ടിട്ട് പറഞ്ഞു, കർത്താവേ, അവന് കൊടുത്ത ആത്മാവിൻ്റെ പകുതിയെങ്കിലും നീ എൻ്റെ മേൽ അഭിഷേകിക്കണേ. ഞാനും നിങ്ങളൊക്കെ ഒരുപാട് ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ സൗകര്യമനുസരിച്ച്, നമ്മുടെ താല്പര്യമനുസരിച്ച്, നമ്മുടെ തക്കവും തരവും നോക്കിയിട്ട്. അവൻ പറഞ്ഞു, രാവിലെ ഉണർന്നാൽ രാത്രി കിടക്ക് 11 മണി വരെ. ധാരാളം കള്ളൂടിയന്മാരാ പിതാവെ രാത്രിയിൽ കയറുന്നത്. വീട്ടിലെത്തുവോളം ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങളുടെ കുടി മാറ്റണം, ഞാൻ നിങ്ങളെ ധ്യാന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാം. എൻ്റെ വാക്ക് കേട്ട് പലരും ധ്യാന കേന്ദ്രങ്ങളിൽ വന്ന് ധ്യാനിച്ച് സൗഖ്യം പ്രാപിച്ച് എന്നെപ്പോലെ പ്രേക്ഷിതരായിട്ടുണ്ട്. സുവിശേഷം ഞാൻ പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ശാപം. നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ കരങ്ങൾ കൊടുക്കാം. ദ ഹീലിംഗ് ഹാൻഡ്സ്, ദ ഹീലിംഗ് ഹാൻഡ്സ്. ആണിപ്പഴുത്തിലുള്ള കരങ്ങൾ നീട്ടിക്കൊണ്ട് കർത്താവ് ചോദിക്കുന്നു, നിനക്ക് എൻ്റെ ജനത്തിന് അപ്പം മുറിക്കാൻ നിന്റെ കൈകളിൽ അപ്പമുണ്ടോ? നാം എവിടെ നിന്ന് ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കും? നിങ്ങൾ ആരുടെ കയ്യിലാണ് അപ്പമുള്ളത്? കർത്താവിൻ്റെ ഈ വാക്കുകൾക്ക് നിങ്ങൾ പ്രതിവിധിയും പ്രത്യുത്തരം പറഞ്ഞാൽ ഈ ഹീലിംഗ് ഹാൻഡ്സ് എന്ന ഈ വലിയ ശുശ്രൂഷ ഈ കാലഘട്ടത്തിൻ്റെ വലിയ അനുഗ്രഹമാക്കി കർത്താവ് മാറ്റുമെന്ന് എനിക്കുറപ്പുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.